ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ പന്തൽക്കുടി വെച്ചിട്ടാട്ടോ. അതായത് നമ്മുടെ ഇവിടുന്ന് പന്തൽക്കുടിയിൽ നിന്ന് നമ്മുടെ മധുരയ്ക്ക് പോകുന്ന റൂട്ടിലാണ്. NH38 ഞങ്ങളുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി എന്താ പറയുക ഇവിടെ നിർത്തി. ഇന്നലെ ഒരു പെട്രോൾ പമ്പിലായിരുന്നു കിടന്നുറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നല്ല കാലാവസ്ഥ, ഒരു ചെറിയൊരു മഞ്ഞും എന്താ പറയുക നല്ലൊരു കാലാവസ്ഥ കേട്ടോ. ചെറിയ തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കിച്ചണിലെ എല്ലാ സാധനങ്ങൾ എല്ലാം എന്താ പറയുക അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഗ്യാസും എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കണം. പിന്നെ മധുരക്കിഴങ്ങാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മധുരക്കിഴങ്ങ്, അല്ലെങ്കിൽ നമുക്ക് റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. സ്ഥലം നോക്കി, നല്ലൊരു സ്ഥലം. നമ്മളെ വണ്ടി നല്ല സ്ഥലത്ത് ഇട്ടിരിക്കണത്. സ്ഥലം നോക്കി, സൂപ്പർ സ്ഥലം കേട്ടോ. ആരുടെ ശല്യ കാര്യങ്ങളൊന്നുമില്ല, സൂപ്പറായിട്ട്. ഇനി ഇവിടുത്തെ എന്താ പറയുക സ്ഥലത്തിൻ്റെ ഓണർ വന്നിട്ട് ഇറക്കി വിടുമെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു കോവിലൊക്കെ ഉണ്ട് കേട്ടോ. കോവിൽ ഇതാ, ഒരു ഹോട്ടലും കോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ ഒരുപാട് ഇതുണ്ട് കേട്ടോ, കോവിലുകൾ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ ഉണ്ടോ, നേരെ മുന്നിൽ കുറേ ദൂരെയാണ്, നമുക്കിവിടെ നോക്കി കാണത്തില്ല. ഏതായിരുന്നു സിമെൻറ്റ്? ശങ്കറല്ലല്ലോ, ചെട്ടിനാടോ? രാംകോ അല്ലേ? രാംകോ സിമെന്റിന്റെ ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ. അപ്പോൾ നമ്മുടെ ഗ്യാസും കുറ്റി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഓണാക്കിയിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് അടുപ്പ് ഇവിടെ 2 റെഡിയാണ്. ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ കാണിച്ചു തരാവേ. ഉണ്ണിമോനാണെങ്കിൽ ഓന് ഉറക്കം മതിയായിട്ടില്ല. ഇന്ന് പമ്പിൽ കിടന്ന ചില പമ്പുകളിൽ നമുക്കങ്ങനെ പെർമിഷൻ കിട്ടത്തില്ലേ. അപ്പോൾ ഇന്നലെ അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് ഞങ്ങൾ അവിടെ കയറി കിടന്നതാണ്. രാവിലെ കുളിക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ അല്ല, നീ മാത്രമല്ലേ കുളിച്ചോളൂ, ഞാൻ കുളിച്ചില്ലല്ലോ. അതെ, ഞങ്ങൾ 2 പേർക്കും കുളിക്കാനുള്ള അവസരം കിട്ടിയില്ല. അവൾ പിന്നെ അങ്ങ് പോയതുകൊണ്ട് അവരറിഞ്ഞില്ല കുളിക്കുന്ന കാര്യം. അവരെന്നിട്ട് ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു കുളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിമാൻ 2 ചെയ്തിട്ടില്ല. ഉണ്ണിമാൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആണോ? എന്നിട്ട് എവിടെ പാടൊക്കെ ഉണ്ടോ? ഉണ്ണിമാൻ ഇന്നലെ വണ്ടിയിൽ നിന്ന് ശ്രദ്ധിക്കാണ്ട് ഇറങ്ങിയിട്ട് അവനല്ലേ തന്നെ ഇച്ചിരി പടവെടുപ്പ് കൂടുതലാണ്. എന്നിട്ട് ഇതൊക്കെ കുഞ്ഞൊരു പാടും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ കാലിലുണ്ട് കുറച്ച് അധികം. ഇതേ കണ്ടോ? പിന്നെ ഇതൊക്കെ നോക്കാം, അവൻ്റെ വീട്ടിലെ പരിപാടികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കുറവാണ് ശരിക്കും. തലയടിച്ചാൽ വീണ്, തലയ്ക്കൊന്നും പറ്റിയില്ല അത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നമുക്ക് ഇന്നലെയും മിഞ്ഞാന്നൊന്നും നമ്മൾ വീഡിയോ ചെയ്യാത്ത ഇവിടെ അധികം കാണാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാഴ്ചകളൊക്കെ വളരെ കുറവായിരുന്നേ. അപ്പോൾ ഇനി അങ്ങോട്ട് പോയ നേരത്തെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണിച്ചു തരാം. നിങ്ങളുടെ മുന്നിലേക്ക് എന്തായാലും കാണിച്ചു തരാം. യാത്രയാകുമ്പോൾ നമുക്ക് കാഴ്ചകളാണല്ലോ കാണുന്നത്. കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനേക്കാളും കൂടുതലായിട്ട് കാഴ്ചകളാണല്ലോ കാണിച്ചു തരേണ്ടത്. ഉറപ്പായിട്ടും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരാളൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊരു യൂട്യൂബറാണ്, ഒരു ലേഡിയാണ്. അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ നമ്മളും പിന്നെ വേറൊരു 3 ഫാമിലി ഇപ്പോൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. ഓൾ കേരള പോകുന്നുണ്ട്, ഓൾ ഇന്ത്യ പോകുന്നുണ്ട്, പിന്നെ വേറൊരു ഫാമിലി ഇന്ത്യക്ക് പുറത്തും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമുക്ക് സേഫ്റ്റി ഇല്ല എല്ലാം കൊണ്ടും. അപ്പോൾ ആ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് പീഡനം എന്നാണ്. ഈ പറഞ്ഞ പോലെ ഉണ്ട്, ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ പീഡനത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതും കാണുന്നതായിട്ട് ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. പിന്നെ എല്ലാവർക്കും CCTV രംഗങ്ങളും ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ പേടിയുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഏത് നാട്ടിൽ ചെന്നാലും നല്ല മനുഷ്യരുമുണ്ട്, ഈ പറഞ്ഞ പോലെ വളരെ മോശപ്പെട്ട ആൾക്കാരുമുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് സംബോധന ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നേ. പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഞങ്ങളെ 2 ഫാമിലീനെയും കമ്പയർ ചെയ്തിട്ട് കൊച്ചിൻ്റെ പഠനവും കാര്യങ്ങളൊന്നും ആ സ്ത്രീക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക,
വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ട് സേഫ് അല്ല, പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഇവിടെ എന്താ പറയുക, പമ്പിൽ കിടക്കാൻ വേണ്ടി പാടില്ല, പിന്നെ കുളിക്കാൻ വേണ്ടി പാടില്ല. അവർ പറയുന്നത് ഏതോ ഒരു രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, ആ രാജ്യത്തിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ആകുമ്പോൾ എന്താ പറയുക, സേഫാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, രാത്രിയും വേണമെങ്കിൽ അതിലേക്ക് പോകാം. എന്നാൽ ആ രാജ്യത്തിലാണ് ഞങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ, അപ്പോൾ ആ രാജ്യത്തിൽ ഇഷ്ടംപോലെ സ്ത്രീപീഡനം നടന്നതായിട്ടുള്ള കേസുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ രാജ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ചോ നമ്മൾ ഇതിനകത്ത് പരാമർശിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറയണം തോന്നി, നമ്മൾ ശരിക്കും എവിടെയും സേഫല്ല, നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ സേഫല്ല. അപ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുക, ഈ യാത്രയിൽ ഞാൻ മാത്രം കണ്ടാൽ മതിയോ? നമ്മുടെ എന്താ പറയുക, വളരെ മനോഹരമായിട്ട് ഈ ഭൂമി സൃഷ്ടിച്ച് വെച്ചിട്ട് ഈ ഭൂമിയിൽ ഒരുപാടുണ്ട് കാണാൻ, ഒരുപാട് എത്ര കണ്ടാലും മതിയാവില്ല. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന പോലെ നമ്മൾ നോക്കുമ്പോൾ ഒരു ബോഡി, എന്താ പറയുക, ചെറിയൊരു ബോഡി, അതിൻ്റെ അകത്തെ ജീനുകൾ തന്നെ, നമ്മുടെ ശരീരത്തിലെ ജീനുകൾ തന്നെ പരിശോധിച്ചാൽ അതിനകത്ത് തന്നെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മെമ്മറി നമ്മുടെ തലച്ചോറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് വർഷം ജീവിച്ചിരുന്നാൽ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പവർ നമ്മുടെ തലച്ചോറിനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കാണാനും പഠിക്കാനും അനുഭവിക്കാനും കിടക്കുന്നത്. നമ്മൾ വീട്ടിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കുമോ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു യാത്ര എന്തായാലും നിർബന്ധം. ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. മനുഷ്യനെക്കുറിച്ചും പഠിക്കാം, പ്രകൃതിയെക്കുറിച്ച് പഠിക്കാം, രാഷ്ട്രീയം, മതം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. നമുക്ക് യാത്രയിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ എന്തായാലും പറയാനുള്ളത്, ആ സ്ത്രീ ഈ വീഡിയോ കാണണമെന്നൊന്നുമില്ല. സ്ത്രീ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ചാൽ, ഈ വീഡിയോ അവർക്ക്, ഞങ്ങൾക്കും മറ്റു ഫാമിലിക്കും നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം, പിൻ ചെയ്ത് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം എടുത്ത് പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ സേഫ് സോണിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തും പറയാം, എന്തും സേഫ് സോണിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാം, അങ്ങനെ ആക്കാം, അങ്ങനെ ആക്കാം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ സേഫ് സോണിലല്ലാത്ത ആൾക്കാർ, നമുക്ക് എന്തെങ്കിലും ഒന്ന് എത്തിപ്പെടണമെങ്കിൽ, എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടണമെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് റിസ്ക് എടുത്തേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും റിസ്ക് എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ വ്യക്തികളെന്ന നിലയ്ക്കായിരിക്കും റിസ്ക് എടുക്കേണ്ടി വരിക. അത് ചിലപ്പോൾ ജീവന് ചിലപ്പോൾ ആപത്തുണ്ടാക്കിയേക്കാം. എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ റോഡിൽ അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വാഹനാപകടങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കുന്നില്ല, ഞാൻ ഓടിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുക അല്ലേ? ഇപ്പോൾ നമ്മുടെ വയനാട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൃഗശല്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ ആക്രമിക്കാനും മരണം സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കേണ്ട ആൾക്കാർ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും ചെയ്യണ്ടേ? ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വ്ളോഗർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് മുന്നിലേക്ക് ഒരുപാട് പ്രയാസങ്ങളും കഷ്ടതകളും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും കുറേ റിസ്ക് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുക. അങ്ങനെ ഞങ്ങളുടെ മിഷനെ കുറിച്ച് കുറച്ച് പേർക്കൊക്കെ അറിയാമോ, നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പറ്റുന്നത്രയും സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. നമ്മുടെ ഒരു പ്രൊജക്റ്റാണ്, എൻ്റെ ഒരു ഡ്രീമാണ് വയനാട്ടിൽ ഞാൻ തുടങ്ങി വെച്ചിരിക്കുന്ന ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള യാത്ര ഇവിടം വരെ എത്തി നിൽക്കുക. അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ തമിഴ്നാട് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന നേരത്ത് ചിലപ്പോൾ റിസ്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം രാത്രി എന്തായാലും സഞ്ചരിക്കാതെ രാത്രിയുള്ള യാത്ര മാക്സിമം ഒഴിവാക്കിയിട്ട് ഒരു 5 മണി 6 മണിയാകുമ്പോൾ എവിടെയെങ്കിലും സേഫായിട്ട് ഒന്ന് കയറി കിടന്നുറങ്ങുക. അതുപോലെ തന്നെ ഉൾഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ശരിക്കും നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ വെക്കുക. ആൾക്കാരോട് നമ്മൾ ഇങ്ങോട്ട് വന്ന് തട്ടിക്കയറുന്ന ആൾക്കാരോട് നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോയിട്ട് ഉടക്കുന്ന സംസാരം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മാക്സിമം നമ്മൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നിൽക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആർക്കെങ്കിലൊക്കെ ഇപ്പോൾ അരുണിമയെ എല്ലാവർക്കും അറിയാവുന്നത്. അരുണിമയൊക്കെ പോയ സമയത്ത് ഒരു 3 വർഷത്തോളം അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവർക്കും ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ രാത്രിയും പകലൊക്കെ ഇല്ലാണ്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ചിലപ്പോൾ ഒരു 10-20 വർഷം മുമ്പൊക്കെ ഇന്ത്യയിൽ വളരെ മോശമായുള്ള അനുഭവങ്ങളും പിടിച്ചുപറിയും വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. എന്തായാലും മറ്റുള്ളവരുടെ അനുഭവങ്ങളായിരിക്കില്ല നമ്മുടെ അനുഭവങ്ങളായിരിക്കില്ല മറ്റുള്ളവരുടെ അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ അനുഭവങ്ങൾ എന്നാൽ നമ്മുടെ യാത്രയിലൂടെ ഞങ്ങൾ എന്തായാലും പറയാം.
ഇപ്പോൾ നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും ഞങ്ങളുടെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെക്കും. കാരണം വെച്ചാൽ നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്കത് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും. അപ്പോൾ എന്തായാലും മറ്റൊന്നും പറയാനില്ല. എന്താ പറയുക, ആ ചേച്ചിക്ക് ഒരു കണ്ടൻറ്റാണ്, വീഡിയോ കണ്ടൻറ്റ്. വീഡിയോ അവർക്കൊരു കണ്ടൻറ്റ് മാത്രമാണ്. അതായത് വൈറൽ ആ ചേച്ചീൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചേച്ചീൻ്റെ പേജിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന ആൾക്കാരുടെ കണ്ടൻറ്റുകൾ, അതായത് അവരുടെ കാര്യങ്ങൾ, പ്രൊഫൈലും കാര്യങ്ങളെല്ലാം എടുത്ത്, ഫോട്ടോ എല്ലാം എടുത്ത് അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുക, എന്നിട്ട് ഇവരുടെ ചാനലിൽ വ്യൂ ഉണ്ടാക്കുക. അതാണ് ആ ചേച്ചീൻ്റെ പരിപാടി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ സംബന്ധിച്ച് യാത്ര ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കേട്ടോ ഞങ്ങളുടെ ഫോട്ടോയും ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അല്ലേ പെണ്ണേ ഷെയർ ചെയ്തിട്ട് ഒരുപാട് നെഗറ്റീവായിട്ട് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിരിക്കുക, എന്തൊക്കെയോ പറഞ്ഞിരിക്കുക കേട്ടോ. ഇത്രയും റിസ്ക് എടുത്തിട്ട് കുടുംബസമേതം ഇത്രയും റിസ്ക് എടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ, ഒരു ബുദ്ധിയില്ലാത്ത ആൾക്കാർ പറയുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളതൊക്കെ. ഒരു ഫാമിലി ആയിട്ട് കഴിഞ്ഞ ദിവസം കൂടെ ഒരു കമൻറ്റ് കണ്ടേ, ഫാമിലി ആയിട്ട് എന്താണ് ഉടായ്പാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുക. പിന്നെ എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞു വെച്ചാൽ അവനിടയ്ക്ക് ഗൈസ് എന്ന് വിളിക്കുമല്ലോ. അപ്പോൾ അത് കേട്ടപ്പം അവന് ഛർദ്ദിക്കാൻ പോകുന്നു അത്രേ. അപ്പോൾ അവൻ്റെയൊക്കെ ക്യാരക്ടർ, അവനൊക്കെ ഈ സമൂഹത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ വലിയൊരു എന്താ പറയുക തീവ്രവാദിയായിട്ട് മാറും. സത്യം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഒരു കുഞ്ഞു മക്കളെ പോലും വിടാതെ അവർക്കെതിരെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ ഒരു വലിയൊരു ദോഷമായി തീരും അങ്ങനത്തെ ആൾക്കാരൊക്കെ. എന്തായാലും അവർ ചെയ്യാനുള്ള ചെയ്യട്ടെ, ഞങ്ങൾ ചെയ്യാനുള്ള ഞങ്ങളെന്തായാലും ചെയ്യുകയാണ്. എന്തായാലും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് വെച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അത് ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, ഞങ്ങൾ ചെയ്യുന്ന യാത്രേനോട് ഞങ്ങൾ ചെയ്യുന്ന മിഷൻ്റെ പേരിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങളുടെ നന്ദി പറയാനുണ്ട് കേട്ടോ. ഹലോ മുത്തുമണിയെ, കുങ്കിരി ആണല്ലേ. അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി എന്താ പെണ്ണേ? മധുരക്കിഴങ്ങ് പുഴുങ്ങാനുള്ള പരിപാടിയാ. അപ്പോൾ മധുരക്കിഴങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഇഷ്ടപ്പെടില്ലേ മധുരക്കിഴങ്ങ്? എനിക്കും ഇഷ്ടമാണ്. ഉണ്ണിമനോ? ചമ്മന്തി കൂട്ടണം. അങ്ങനെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മുളകുണ്ട്, പച്ചമുളകുണ്ട്. തീ കെട്ടുപോയോ? ഒന്ന് നോക്കിയടാ, ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ലോകം ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കിച്ചണിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കാണണ്ടേ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കറി വെക്കും. ഒന്നെങ്കിൽ തക്കാളി ഉള്ളിയും കൂടി, അല്ലെങ്കിൽ ബീൻസ് നമ്മുടെ തോരൻ വെക്കും അല്ലേ. പിന്നെ ഇതാ കറിവേപ്പിലുണ്ട്. പിന്നെ ഇത് നമ്മൾ കഴിക്കത്തില്ല കേട്ടോ, അവർ വെറുതെ ഇട്ടതാണേ. ഇതെന്താണ് മറ്റേ മല്ലിച്ചപ്പ്. ഇത് നമ്മളെ നല്ല ഒരു ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഇച്ചിരി പഴയതാണ്. ഇതൊക്കെ പിന്നെ ഫ്രഷാണ് കേട്ടോ. നമ്മുടെ ബീൻസൊക്കെ ആണെങ്കിൽ ഇതുണ്ടോ, കൊള്ളാം, നല്ല സാധനമാണ്. പിന്നെ മധുരക്കിഴങ്ങ്, ഇതിന് നല്ല മധുരമുണ്ട്. 2 ടൈപ്പ് സാധനം ഉണ്ടായിരുന്നു. ഇത് നല്ല മധുരമുള്ള മധുരക്കിഴങ്ങാണെന്നാണ് പറഞ്ഞത് കേട്ടോ. കണ്ടിട്ടും അങ്ങനെ തന്നെ തോന്നുന്നത്. നമ്മുടെ നാട്ടിലും ഇതേപോലത്തെ 2 സൈസ് സാധനം ഉണ്ടല്ലോ. അപ്പോൾ ചായ ഇതുവരെ ആയിട്ടില്ല, 5-10 മിനിറ്റായി. കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. കാറ്റ് നന്നായിട്ടുണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചൺ. നമ്മുടെ കിച്ചണിൽ പിന്നെ നമുക്ക് പൗഡറുകൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഇതാ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു പാക്കല്. പിന്നെ ഏവീറ്റിൻ്റെ ചായപ്പൊടി പിന്നെ വേറെ ഉണ്ട്. അതെ, പിന്നെ നമുക്കുള്ള അരിയുണ്ട് കേട്ടോ. 2 ടൈപ്പ് അരിയുണ്ട്. ഇത് നമുക്ക് ഫ്രീ കിട്ടിയതാണ്, ഒരാൾ തന്നതാണേ തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ചായ കുടിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ രണ്ടെണ്ണങ്ങളും കറി വെക്കാനുള്ള ഏർപ്പാടിലാണ്. മമ്മി ഞാനിവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ചായ, കട്ടൻ ചായ മമ്മീൻ്റെ ഇത് പുഴുങ്ങാനുള്ള പരിപാടി, മധുരക്കിഴങ്ങ് പുഴുങ്ങാനുള്ള പരിപാടി.
എന്നാലും മേടിച്ച് ഒരു ഇങ്ങനെ കുറേ ചന്ത കണ്ടപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ മേടിച്ചതാ. അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കി, നല്ല കട്ടൻ ചായ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മളെ മധുരക്കിഴങ്ങ് പുഴുങ്ങി. നോക്കി കാണാൻ രസം നോക്കുമ്പോൾ പച്ചമുളകും സവോളയും വെച്ചിട്ട്. ആഹാ സൂപ്പർ. പച്ചമുളക്, സവോള, നമ്മുടെ കോക്കനട്ട് ഓയിൽ. അതെ, ഉണ്ണിമാൻ പരിപാടി നേരത്തെ തുടങ്ങി. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? നാരുണ്ടോ? നാര് കുറവല്ലേ? അതെ അതെ ഗൈസ്, കൈ പൊള്ളി ഗൈസ് രാവിലെ തന്നെ. ഞങ്ങളുടെ ഈ കൊച്ചു യാത്രയെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെഗറ്റീവ് പറയാനാണെങ്കിൽ പോസിറ്റീവ് പറയാനാണെങ്കിൽ കയറി കമൻ്റൊക്കെ ചെയ്തേളെ. പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യാത്രയൊക്കെ നമുക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കയ്യിൽ 5000 രൂപ വെച്ചിട്ട് ഇറങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുക അല്ലടാ? കയ്യിൽ 5000 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫാമിലി യാത്ര തുടങ്ങിയത് കേട്ടോ. വെറും 5000 രൂപയും ഈ വണ്ടി. ഇപ്പോൾ 1 മാസം 7 ദിവസം കണ്ടായി. അന്ന് താണ്ടിയ 1 മാസം 8 ദിവസം കണ്ടായി. അപ്പോൾ ഇതുവരെ കുഴപ്പമില്ലാണ്ട് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ വ്ളോഗിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ UK-ലുള്ള കിരൺ ബ്രോ നമ്മളെ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്തായിരുന്നേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച, അല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച. അപ്പോൾ അദ്ദേഹം നമ്മളോട് കോൺടാക്ട് ചെയ്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. നമുക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ബർത്ത്ഡേ, അദ്ദേഹത്തിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ എല്ലാവരെയും വിളിച്ചിട്ട് ഗംഭീരമായിട്ട് ആഘോഷിച്ചില്ല. കാരണം വെച്ചാൽ അർഹതപ്പെട്ട ആർക്കെങ്കിലും ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് 10000 രൂപ നമ്മുടെ ഉണ്ണിമോന് വേണ്ടിയിട്ട്, ഉണ്ണിമോൻ്റെ കാര്യങ്ങളും ചിലവ് ഇതൊക്കെ വേണ്ടിയിട്ട് അയച്ചു തന്നു കേട്ടോ. അപ്പോൾ കിരൺ ബ്രോ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതെ അതെ അതെ. ഇതേ നമ്മൾ മറ്റൊരു കാഴ്ച കേട്ടോ. നമ്മൾ ഈ മല്ലിപ്പൊടിയും മല്ലിയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ മല്ലി ഉണക്കാനിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ലോഡ്സ് ഓഫ് ഇഷ്ടം പോലെ മല്ലി ഉണ്ട് കേട്ടോ. ഇതേ നോക്കിയേ. ப்ரோ இது மல்லித்தோட்டம் எங்க இருக்கு? பக்கத்துல இருக்கா? மல்லித்தோட்டம் பக்கத்துல இருக்கா? இது நீயோ ட்ரெண்டிங் ஆக்கிட்டா பேசாம இருக்கா? நீயோ கேரளா கொண்டு போய் ட்ரெண்டிங் ஆக்கிட்டு வேண்டாம். ആർക്ക് ട്രെൻഡിങ് ആക്കണ്ട. അത് ഇതുണ്ട്, ഇഷ്ടം പോലെ മല്ലി ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മല്ലി അല്ലേടാ? മല്ലി കണ്ടോ? മല്ലി ഉണക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നതാണ്. മല്ലി വേർതിരിച്ചെടുത്തിരിക്കുന്നതാണ് അത് അവിടെ. അതൊക്കെ കാണണേ ഇതുണ്ടോ? ഇവിടെ നിന്നെല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ അത് ചെയ്യുന്ന കേട്ടോ. എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് നോക്കാം. നമ്മൾ ഒരു മല്ലിപ്പൊടി കഴിക്കണമെങ്കിൽ അല്ലേ? എത്ര പേരുടെ കഷ്ടപ്പാടുണ്ട്. ചേട്ടന്മാരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ കേട്ടോ, മല്ലിപ്പൊടീൻ്റെ ആൾക്കാർ. ഇത് പക്കത്തിൽ തന്നെ ആണോ കൃഷി ഇറക്കില്ല? കൃഷി ഇറക്കുക പക്കത്തിൽ. എന്താ കൃഷി? മലയാളം അറിയാം? തോട്ടം പക്കത്തിൽ തന്നെ കൃഷിയാണല്ലേ? ഇത് എത്ര നാൾ ഇതേപോലെ വെയില്? 3 മാസം ആകും. 3 മാസം ആവുമോ? അപ്പടിയാ? മൂന്ന് മാസമാവും അല്ലയാ? ഓ, അപ്പോൾ തമിഴ്നാട്ടിലെ ഓരോരോ കൃഷികളാണ് കേട്ടോ അതൊക്കെ. ഇത് പോകുന്ന വഴിക്ക് ഒരു സാധനം കണ്ടതാണേ, നോക്കി. ഇത് നിരവധി ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വെള്ള ഒരു തോട്ടം, വെള്ള ഇഷ്ടം പോലെ ഉണ്ട്, വെള്ളമായിട്ട്. ഇതുണ്ടോ? ഇതെന്താ സംഭവം? പൊട്ടുനൂലുണ്ടാക്കുന്നത് ഇതെന്നല്ലേ? പക്ഷെ ഇത് വേറെ എന്താണല്ലോ, പട്ടുനൂൽ കൃഷി പോലെ എന്തോ നൂലുണ്ടാക്കാനുള്ള എന്തോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ആരെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ. ഇത് എന്തിൻ്റെ സംഭവമാണ് എന്നുള്ളതുണ്ട്. എല്ലാത്തിലും കുറേ ഉണ്ട്. ഇതൊക്കെ
അതെ, അപ്പോൾ ഞങ്ങൾ അറുപ്പക്കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലം എത്തിട്ടോ. ഇവിടുന്ന് അതിലേക്ക് പോകുന്നത് നല്ല NH 38 വഴി കൂടെ തന്നെയാണ്. അരുപ്പക്കോട്ടയത്തെ ഒരു ടൗൺ നമ്മൾ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇതായി കാണുന്ന ബേക്കിലാണ് ഒരു ചെറിയൊരു ടൗണാണ്. അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ നുറുക്കുകളില്ലേ, ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മുടെ ഈ പരന്നിരിക്കുന്നൊരു ബേക്കറി ഉണ്ടല്ലോ, പരന്നിട്ട് ഇങ്ങനെ മടക്ക് പോലെ ഇരിക്കുന്നത്, അല്ല മടക്കോ അങ്ങനെ എന്തോന്നും പറയത്തില്ലേ, അങ്ങനെ ബേക്കറി ഐറ്റംസിന് പേര് കേട്ടൊരു സ്ഥലം കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ നിർത്തിയിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. നോക്കി, ഞങ്ങൾ ഉണ്ടാക്കിയ ചോറാണ്. ഇവിടുത്തെ അരിയാണ്. ഇവിടുത്തെ അരി വെച്ചാൽ ഇതല്ലടാ, പിന്നെ പൊന്നേരി അല്ലേ ഇത്? ഇത് നോക്കി. പിന്നെ കിഴങ്ങ് കറിയും നല്ല സൂപ്പർ കിഴങ്ങ് കറി ഉണ്ട്, എരിവ് ഇച്ചിരി കൂടുതലാണെങ്കിലും. പിന്നെ അച്ചാറുണ്ട്. അച്ചാർ എന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ടോ, ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിരലിവിടെ കാണുന്നില്ല. ഇത് ചാമ്പങ്ങയാണ് കേട്ടോ, 8 വർഷം പഴക്കമുള്ള ചാമ്പങ്ങ അച്ചാറാണ്. പിന്നെ ഇരുമ്പും പുളിയുണ്ട്, മാങ്ങ നാരങ്ങ അച്ചാറുണ്ട്. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഉണ്ണിമോനെ ഉഷാറല്ലേ? അതെ, നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്രേൻ്റെ ഉറക്കം വരുന്നുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് ഇത്തിരി നേരം ചാച്ചാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതെന്തായാലും വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ബൈ. അന്നുണ്ടല്ലോ ഈ മമ്മി ഗുണ്ടൽപേട്ടയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഗുണ്ടൽപേട്ട അല്ലേ അന്ന് ഞങ്ങളുടെ പള്ളിയിൽ എല്ലാവരും കൂടെ പോയി. എന്നിട്ട് ഈ പൂ കാണാൻ വേണ്ടി പൈസ കൊടുത്ത് ഞങ്ങള് അവിടേക്ക് കയറാൻ വേണ്ടി. അവിടെ ഫുള്ള് ചെളിയാണേ. മമ്മിയുടെ കയ്യിലുള്ള ആകെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഫുള്ളും പോയിരിക്കുവായിരുന്നു. അത് എന്നിട്ട് വേറെ ചെളിയിൽ വീണ് ഫുള്ളും ചെളിയായി. എന്നിട്ട് എത്ര മനോഹരമായ സൂര്യകാന്തി, എത്ര മനോഹരം നോക്കി, എന്തുമാത്രം ആഹാ കാഴ്ചകൾ. മനോഹരമായ ലോകത്തിലെ ഈ വർണ്ണമനോഹരമായ ലോകത്തിലെ വർണ്ണമനോഹരമായ കാഴ്ചകൾ അങ്ങനെ തന്നെ വേണം പറയാം.